ഹലോ, നമുക്ക് നല്ല അടിപൊളി പാവയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? വളരെ സിമ്പിളാണ് കേട്ടോ. പാവയ്ക്ക ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇത് നമുക്കിങ്ങനെ ചെറിയൊരു 3 പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ നമുക്ക് നീക്കം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം, അതിന് ഇതുപോലെ നടുവേ മുറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ള കുരുവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്നത് മാറിപ്പോകും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെറിയ ഒരുപാട് കനം കുറച്ചതല്ലാണ്ട് ചെറിയൊരു കട്ടിയിൽ നമ്മൾ ഇതൊന്ന് നുറുക്കിയെടുക്കുക. പാവയ്ക്ക നീളത്തിൽ നുറുക്കിയെടുക്കുക കേട്ടോ. നമ്മൾ പാലക്കാടാണ്, അപ്പോൾ നുറുക്കിയെടുക്കുക എന്നാണ് പറയുക, മുറിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളത്തിലേക്ക് അല്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും വിഷാംശമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിന് ആവശ്യമുള്ള ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി മതി കേട്ടോ. വേറെ ഒരുപാട് സവാള ഒന്നും യൂസ് ചെയ്യണ്ട. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ഇച്ചിരി അധികം ഇട്ടോട്ടാ, കാരണം വേറെ നമ്മൾ പിന്നീട് ഇച്ചിരി ഒന്ന് താളിക്കുമ്പോൾ തൂവുന്നതേ ഉള്ളൂ. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല മുളക് പൊടി, ഇച്ചിരി എരിവുള്ള മുളക് പൊടി, അതൊരു അര ടീസ്പൂൺ ഇല്ല 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി നമുക്കൊരു കളറിനും ഒരുപാട് എരിവും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി മാറ്റി വെച്ചേക്കുന്ന ആ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന പാവയ്ക്ക ഒന്ന് കഴുകിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നല്ലോണം വഴറ്റി എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റ് വെച്ച് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലോണം അതിനെ വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല ഒരുപാട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.